ളുടെ രാജാവായ പരുന്തിന്റെയും ആയുസ് 70 വർഷമോ. സാധാരണ ഒരു പരുന്തിന് ഈ ഭൂമിയിൽ ജീവിതമുള്ളത് 70 വയസ്സ് വരെയാ. പക്ഷേ പരുന്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് 40ാമത്തെ വയസ്സ്. 40 വയസ്സ് പ്രായമാകുമ്പോ ഒരു പരുന്തിനെ നാണ്ട് 40 വർഷത്തോളം പ്രായമാകുമ്പോ ആ സമയത്തതിന്റെ നഖങ്ങളെല്ലാം വളർന്നു അവസാനം അത് വളയാതെ അതിന്റെ കൈവിരലുകളിലേക്ക് ചേർന്നിരിക്കാൻ തുടങ്ങുന്നു. കത്തി പോലെ മൂർച്ചയുള്ള അതിന്റെ ചുണ്ട് വളർന്ന് അതിന്റെ മൂർച്ചയുള്ള ഭാഗം അതിന്റെ നെഞ്ചിലേക്ക് തന്നെ വളഞ്ഞു വരികയാ. ഒരു കുതിര ശക്തിയോടെ ആ ശരീരത്തെ പറപ്പിക്കാൻ കഴിയുന്ന ചിറകുകള്, ആ ചിറകുകൾക്ക് ഭാരം കൂടി ആ ചിറകുകൾ മുഴുവനും അതിന്റെ ശരീരത്തിലേക്ക് ചേർന്നിരിക്കാൻ തുടങ്ങും. പരുന്തിന്റെ കഥയറിയുമോ? 40 വയസ്സായി കഴിയുമ്പോ പിന്നെ പറക്കാൻ കഴിയാതെ ചലിക്കാൻ കഴിയാതെ തന്റെ കൈയുടെ വിരലുകൾ തന്നെ വിരലിന്റെ നഖമിങ്ങനെ വളർന്ന് അതതിലേക്ക് അനങ്ങാൻ കഴിയാതെ വളയ്ക്കാൻ കഴിയാതെ നിൽക്കുകയാ. ഇര പിടിക്കാൻ പിന്നെ കഴിയില്ല, പ്രാന്തിയെടുത്ത് നടക്കാൻ കഴിയില്ല. കത്തിയേക്കാൾ മൂർച്ചയുള്ള ചുണ്ടുകൾ വളർന്ന് നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു നിൽക്കുന്നു. അതിന്റെ ചിറകുകൾക്ക് കാരം കൂടിയിട്ട് അത് ശരീരത്തോട് ചേർന്നിരിക്കുകയാ. അവസാനം ഭക്ഷണം പോലും പിടിക്കാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കാണുമ്പോ ഇനി പരുന്തിന്റെ മുമ്പിൽ വരെ ഒരു നിവർത്തിയുള്ളൂ. അത് മറ്റൊന്നുമല്ല, ഒരു പരിവർത്തനത്തിന് വിധേയമാവുക, സ്വയം ഒരു പരിവർത്തനത്തിന് വിധേയമാവുക. 40 വയസ്സിൽ ഇങ്ങനെ ഇരുന്നാൽ അടുത്ത 30 വയസ്സിലേക്ക് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാകുമ്പോ പരുന്തിന്റെ മുമ്പിലുള്ള ഒരുപാട് പിന്നെ ഒരു പരിവർത്തനത്തിന് തയ്യാറാവുക. അല്ലാഹു ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയല്ലോ. വൈന്നലക്കും നിങ്ങൾക്ക് വിട്ടാണമുണ്ട്. അള്ളയാണ് പറഞ്ഞത്, നാൽക്കാലികളിൽ ജീവികൾക്ക് നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഈ പുതുവത്സരത്തിന്റെ രാത്രിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്ക് ഗുണപാഠമുള്ള ജീവിനുയരിന്റെ രാത്രിയിൽ പരുന്ത. അവസാനം പരുന്ത് ദുഃഖത്തോടൊരു തീരുമാനം, സ്വയം ഒരു പരിവർത്തനത്തിന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ അത് നേരെ മലയുടെ മുകളിലുള്ള തന്റെ കൂട്ടിലേക്ക് പറന്നു ചെന്ന് ആ കൂട്ടിൽ ചെന്ന് ആദ്യം അത് പാറക്കെട്ടിന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ വളർന്നു നിൽക്കുന്ന നഖം മുഴുവനും പാറക്കല്ലിലിട്ട് വലിച്ചു ആ നഖം മുഴുവനും ഇളക്കിക്കളയും. എല്ലാ നഖങ്ങളും പാറക്കെട്ടിൽ വെച്ച് ഇളക്കി കഴിയുമ്പോ പിന്നെ 5 മാസത്തോളം ഇര പിടിക്കാൻ കഴിയാതെ ആ പരുന്ത് പാറക്കെട്ടിൽ ഇളകിപ്പോയ നഖവുമായി വേദന സഹിച്ചിരിക്കുകയാ. 5 മാസം കഴിയുമ്പോ ഈ നഖം വളർന്നു വരുമ്പോ പിന്നെ 5 മാസം കഴിയുമ്പോ തന്റെ കത്തിമുന പോലെ നീണ്ടിരിക്കുന്ന ചുണ്ടാ പാറക്കെട്ടിലിട്ട് വലിച്ചിട്ട് ചുണ്ടൊടിച്ചു കളയും. പിന്നെ 5 മാസത്തോളം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഒരു ഭക്ഷണം പോലും മുമ്പിൽ കഴിക്കാൻ കഴിയാതെ തന്റെ ചുണ്ടുകൾ അറത്തുമാറ്റിക്കളഞ്ഞ ചുണ്ടുകളുടെ വേദന സഹിച്ചിട്ട് പരുന്ത് പാറക്കെട്ടിലിരിക്കുകയാ. അവസാനം ചുണ്ടും വളർന്നു വരുമ്പോ പിന്നെ അതിന്റെ ചിറകുകൾ മുഴുവനും പാറക്കെട്ടിലിട്ട് അടിച്ചടിച്ച് ആ ചിറകുകൾ മുഴുവനും പോയിട്ട് പിന്നീട് പുതിയ ചിറകുകൾ വരികയാ. ആ പുതിയ ചിറകുകൾ വരുമ്പോ കുറെ കഴിയുമ്പോ പരുന്ത് ഏറെ സഹിച്ചിട്ടാണെങ്കിലും തന്റെ ജീവിതത്തിന്റെ വേദനകളും യാതനകളും സഹിച്ചത് ഒരു പരിവർത്തനത്തിന്റെ മാറ്റം വന്നപ്പോ അടുത്ത 30 വർഷത്തേക്ക് ജീവിക്കാനുള്ള ആയുസ് നീട്ടിയെടുക്കുകയാ. അടുത്ത 30 വർഷത്തേക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഇത് ഉണ്ടാക്കിയെടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെ കേൾക്കാമെന്ന വലിയ മദ്യപാന ശീലമുള്ളവരുണ്ടാകും, പലിശയുടെ ശീലമുള്ളവരുണ്ടാകും, വ്യഭിചാരത്തിന്റെ ശീലമുള്ളവരുണ്ടാകും, കൊലപാതകത്തിന്റെ ശീലമുള്ളവരുണ്ടാവും. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കുകയാ, നമുക്കൊരു പരുന്താവാൻ കഴിയുമോ? വേദന സഹിക്കാൻ കഴിയുമോ? അവനവന്റെ കർമ്മമാകുന്ന പാറക്കല്ലുകളിൽ അവനവന്റെ നഖങ്ങളെയും അവനവന്റെ ചുണ്ടുകളെയും അവനവന്റെ ചിറകുകളെയും തല്ലിത്തകരത്ത് തരിപ്പണമാക്കി അടുത്ത 30 വർഷത്തേക്ക് ജീവിക്കാനുള്ള ഒരു എനർജി സമ്പാദിക്കുമോ? അതിനാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അഹമ്മദ് കബീർ വളരെയേറെ ധന്യനായി. അല്ലാഹുവേ സ്വീകരിക്കണേ.
കഴിഞ്ഞ 4 വർഷക്കാലമായി ഒരു പ്രാവശ്യം കോഴിക്കോട് കടപ്പുറത്ത്, മറ്റൊരു പ്രാവശ്യം തിരൂര് സൺഡേ സേറിയത്തില്, കഴിഞ്ഞ വർഷം വല്ലപ്പുഴയില്, പട്ടാമ്പ് വല്ലപ്പുഴയില്, ഇന്നിതാ 4ാമത്തെ വർഷം എന്റെ പ്രിയപ്പെട്ട ഫൈസലിന്റെ കൊടുങ്ങിയില്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ആളുകളെ നീ ഒരുമിച്ച് നിർത്തിയുണ്ട്. രാത്രി 12 ലോകം മുഴുവനും നിറഞ്ഞ മുന്നുന്ന ഗ്ലാസുകളുമായി ചേസുകളെ ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അരിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല കുഴപ്പിന് കൊഴുപ്പും ചിദാനന്ദലത്തിക്കും മറ്റെന്ന് വേണമോ എന്ന മുദ്രാവാക്യവുമായിട്ട് ആടിത്തി കൊടുക്കുമ്പോ പാതിരാവിന് നിശബ്ദരീ മൈതാനമറ്റത്ത് നിന്റെ മുമ്പിൽ വന്ന് അല്ലാഹുവേ അല്ലാഹുവേ കൽബ് തുറന്ന് ഞങ്ങൾ ഇരിക്കുകയാ. ഒരു പരുന്തിന്റെ ജന്മമായി മാറാൻ നമ്മുടെ ജീവിതത്തെ പുറകോട്ടടിക്കുന്ന ദുശ്ശീലങ്ങളെ പാറക്കല്ലുകളിൽ തകർത്ത് കൊടുത്തു കളയാ. നമ്മളെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിച്ചു പോകുമ്പോ ഏതൊക്കെ ദുശ്ശീലങ്ങളുണ്ട് ആ ദുശ്ശീലങ്ങളെ മുഴുവനും നമ്മളിൽ നിന്ന് മാറ്റാൻ പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട് മാറാ.